സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 20. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാ ഭാഗം രാജാക്കന്മാർ 1-ാം പുസ്തകം 15-ാം അധ്യായം. രാജാക്കന്മാർ 1-ാം പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നേബാത്തിന്റെ മകനായ യൊരോബെയാം രാജാവിന്റെ 18-ാം ആണ്ടിൽ അബിയാം യഹൂദയിൽ വാണു തുടങ്ങി. അവൻ 3 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്നു പേർ. അവൾ അബീശാലോമിന്റെ മകളായിരുന്നു. തന്റെ അപ്പൻ മുമ്പേ നടന്നിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. എങ്കിലും ദാവീദിൻ നിമിത്തം അവന്റെ ദൈവമായ യഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും യെരുശലേമിലെ നിലനിർത്തിയും കൊണ്ട് അവന് യെരുശലേമിൽ ഒരു ദീപം നൽകി. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. രഹബയാമും യൊരോബയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അബിയാമും യൊരോബയാമും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ 20-ാം ആണ്ടിൽ ആസ യഹൂദയിൽ രാജാവായി. അവൻ 41 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്നു പേർ. അവൾ അബീശാലോമിന്റെ മകളായിരുന്നു. ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്ത് നിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. തന്റെ അമ്മയായ മയഖ അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് അവൻ അവളെ രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. എങ്കിലും ആസായുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു. വെള്ളി, പൊന്ന്, ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസായും ഇസ്രായേൽ രാജാവായ ബയശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. ഇസ്രായേൽ രാജാവായ ബയശ യഹൂദയുടെ നേരെ വന്ന് യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ പോക്കുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിതുറപ്പിച്ചു. അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തന്റെ ഭൃത്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആസ രാജാവ് ദമേശക്കിൽ പാർത്ത ഹെസ്യോന്റെ മകനായ തബ്രിമോന്റെ മകൻ ബെൻ ഹദദ് എന്ന ആരാം രാജാവിന് അവയെ കൊടുത്തയച്ചു. എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യത ഉണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബയേശ എന്നെ വിട്ടു പോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണം എന്ന് പറയിച്ചു. ബെൻഹദദ് ആസ രാജാവിന്റെ അപേക്ഷ കേട്ടു. തന്റെ സേനാപതികളെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ച് ഇയോനും ദാനും ആബേൽ ബെത് മയഖായും കിന്നരോത്ത് മുഴുവനും നഫ്താലി ദേശമൊക്കെയും പിടിച്ചടക്കി. ബയേശ അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി തിർസായിൽ തന്നെ പാർത്തു. ആസ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി ഒട്ടൊഴിയാതെ യഹൂദയെ മുഴുവനും വിളിച്ചുകൂട്ടി. അവൻ ചെന്ന് ബയേശ പണിതുറപ്പിച്ച രാമയുടെ കല്ലും മരവും എടുത്ത് കൊണ്ടുവന്നു. ആസ രാജാവ് അവ കൊണ്ട് ബെന്യാമീനിലെ ഗേബയും മിസ്പയും പണിതുറപ്പിച്ചു. ആസയുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ അവന്റെ വാർദ്ധക്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു. ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആസയുടെ 2-ാം ആണ്ടിൽ യൊരോബെയാമിന്റെ മകനായ നാദാബ് ഇസ്രായേലിൽ രാജാവായി. അവൻ 2 സംവത്സരം ഇസ്രായേലിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ത്യജിച്ച പാപത്തിലും നടന്നു. എന്നാൽ ഇസാഖാർ ഗോത്രക്കാരനായ അഹിയാവിന്റെ മകനായ ബയേശ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഫെലിസ്തർക്കുള്ള ഗിബെഥോനിൽ വെച്ച് അവനെ കൊന്നു. നാദാവും എല്ലാ ഇസ്രായേലും ഗിബെഥോനെ വളഞ്ഞിരിക്കുകയായിരുന്നു.
ബയശ അവനെ യഹൂദ രാജാവായ ആസയുടെ 3-ാം ആണ്ടിൽ കൊന്ന് അവന് പകരം രാജാവായി. അവൻ രാജാവായ ഉടനെ യൊരോബെയാം ഗൃഹത്തെ മുഴുവനും നിഗ്രഹിച്ചു. യഹോവ ശീലോന്യനായ അഹിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവൻ യൊരോബെയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു. യൊരോബെയാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തവും അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചത് നിമിത്തവും തന്നെ. നാദാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആസയും ഇസ്രായേൽ രാജാവായ ബയശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ 3-ാം ആണ്ടിൽ അഹിയാമിന്റെ മകനായ ബയശ എല്ലാ ഇസ്രായേലിലും രാജാവായി തിർസയിൽ 24 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യൊരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന 2-ാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 1-ാം വാക്യം മുതൽ. എന്നാൽ 7-ാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിന്റെ മഹത്തുക്കളിൽ ഒരുവനുമായി എലീശാമായുടെ മകനായ നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ 10 ആളുമായി മിസ്പായിൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വന്നു. അവിടെ മിസ്പായിൽ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. നെഥന്യാവിന്റെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന 10 ആളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് സേനാധിപതിയാക്കിയിരുന്ന ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. മിസ്പായിൽ ഗദല്യാവിന്റെ അടുക്കലുണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദയ പടയാളികളെയും ഇസ്മായേൽ കൊന്നുകളഞ്ഞു. ഗദല്യാവെ കൊന്നിട്ട് 2-ാം ദിവസം, അത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ, ശേഖേമിൽ നിന്നും ശീലോവിൽ നിന്നും ശമരിയിൽ നിന്നും 80 പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് വഴിപാടും കുത്തിരിക്കവുമെടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി. നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവരെ എതിരേറ്റ് ചെന്നു. അവരെ കണ്ടപ്പോൾ അവൻ അവരോട്, അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ നെഥന്യാവിന്റെ മകനായ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മായേലിനോട്, ഞങ്ങളെ കൊല്ലരുതേ, വയലിൽ ഗോതമ്പ്, യവം, എണ്ണ, തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ സമ്മതിച്ച് അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു. ഇസ്മായേൽ ഗദല്യാവെയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസ രാജാവ് ഇസ്രായേൽ രാജാവായ ബയശ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു. നെഥന്യാവിന്റെ മകനായ ഇസ്മായേൽ അതിനെ നിഹതന്മാരെ കൊണ്ട് നിറച്ചു. പിന്നെ ഇസ്മായേൽ മിസ്പയിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെ ഒക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസറഥാൻ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്പയിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി. നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ അവരെ ബദ്ധരാക്കി അമ്മോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു. നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നെഥന്യാവിന്റെ മകനായ ഇസ്മായേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു. ഗിബെയോനിലെ പെരിങ്കുളങ്ങര വെച്ച് അവനെ കണ്ടെത്തി. ഇസ്മായേലിനോട് കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനാനെയും കൂടെ ഉണ്ടായിരുന്ന സകല പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇസ്മായിൽ മിസ്പയിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞ് കാരേഹിന്റെ മകനായ യോഹാനാന്റെ അടുക്കൽ ചേർന്നു. നെഥന്യാവിന്റെ മകൻ ഇസ്മായേലോ 8 ആളുമായി യോഹാനാനെ വിട്ടുതെറ്റി അമ്മോന്യരുടെ അടുക്കൽ പൊയ്ക്കളഞ്ഞു. നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹന്നാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെയൊക്കെയും ഗിബെയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ടന്മാരെയും തന്നെ അവർ മിസ്പയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽദരെ പേടിച്ചിട്ട് മിസ്രൈമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബേത്ലഹേമിന് സമീപത്തുള്ള ഗേരുത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു. ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ കൊന്നുകളഞ്ഞ കാരണത്താലായിരുന്നു അവർ കൽദയരെ പേടിച്ചത്. ഇന്ന് നമ്മൾ വായിക്കുന്ന 3-ാമത്തെ വായനാഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി
ന്യായാധിപ സംഘമൊക്കെയും കൂടിയാലോചിച്ച് യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാർ അവനെ ഏറിയൊന്ന് കുറ്റം ചുമത്തി. പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉത്തരം ഒന്നും പറയാകയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബർബാസ് എന്നു പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. പുരുഷാരം കയറി വന്നു. അവൻ പതിവ് പോലെ ചെയ്യണം എന്ന് അപേക്ഷിച്ചു തുടങ്ങി. മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട്, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്നാൽ അവൻ ബർബാസിനെ വിട്ടുകൊടുക്കേണ്ടതിനെ ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പീലാത്തോസ് പിന്നെയും അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവനെ ക്രൂശിക്ക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു. പീലാത്തോസ് അവരോട്, അവൻ എന്ത് ദോഷം ചെയ്തു എന്ന് പറഞ്ഞാറേ അവനെ ക്രൂശിക്ക എന്ന് അവർ അധികമായി നിലവിളിച്ചു. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ച് ബർബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. അവനെ രക്താംബരം ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു കിരീടമടഞ്ഞ് അവനെ ചൂടിച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് വന്നിച്ച് കോൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ച് അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. അവനോ വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്നവന് ഇന്നത് കിട്ടണമെന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ 2 കള്ളന്മാരെ, ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കടന്നു പോകുന്നവർ തലകുലുക്കിക്കൊണ്ട്, ഹാ ഹാ, മന്ദിരം പൊളിച്ച് 3 നാളുകൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ. നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തുവെന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്ത് യേശു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട്, അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കോലിൽ മേലാക്കി, നിൽപ്പിൻ, ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളവും 2 ചീന്തിപ്പോയി. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായി അരിമദ്യയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ച്, അവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസേഫിന് നൽകി. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയും യോസയുടെ അമ്മ മറിയും നോക്കിക്കണ്ടു.
ഇന്ന് നമ്മൾ വായിച്ച കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.